ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 2 ഗീതാ വിഷയ സംഗ്രഹം. ശ്ലോകം 67. ഇന്ദ്രിയാണാം ഹി ചരതാം യന്മനോനോ വിധീയതേ തദസ്യ ഹരതി പ്രജ്ഞാ വായുർനാവമിവാംഭസി. വിവർത്തനം. വെള്ളത്തിലെ തോണിയെ കൊടുങ്കാറ്റെന്ന പോലെ അലയുന്ന ഇന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ മനുഷ്യന്റെ ബുദ്ധിയെ അത് വലിച്ചിഴയ്ക്കുന്നു. ഭാവാർത്ഥം: എല്ലാ ഇന്ദ്രിയങ്ങളെയും ഭഗവത് സേവനത്തിൽ ഏർപ്പെടുത്താത്ത പക്ഷം അവയിൽ വിഷയലോലുപമായ ഒന്നു മാത്രം മതി ഭക്തനെ ദിവ്യമായ പുരോഗതിയുടെ പാതയിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാൻ. അംബരീഷ ചരിതത്തിൽ കാണുന്നത് പോലെ ഇന്ദ്രിയങ്ങൾ ഒന്നൊഴിയാതെ കൃഷ്ണാവബോധത്തിൽ പ്രവർത്തന നിരതമാക്കണം. അതാണ് മനസ്സംയമനത്തിനുള്ള ശരിയായ മാർഗം. ശ്ലോകം 68. തസ്മാദ്യസ്യ മഹാബാഹോ നിഗൃഹീതാനി സർവശഃ ഇന്ദ്രിയാണീന്ദ്രിയാതേഭ്യഃ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിതാ. വിവർത്തനം. അതുകൊണ്ട് കൈക്കരുത്തുള്ളവനെ, ഇന്ദ്രിയങ്ങളെ അവയുടെ വിഷയങ്ങളിൽ നിന്ന് പിന്മാറ്റാൻ കഴിവുള്ള ആളാണ് സ്ഥിതപ്രജ്ഞൻ. ഭാവാർത്ഥം: ഇന്ദ്രിയങ്ങളെ കൃഷ്ണന്റെ അതീന്ദ്രിയ സേവനത്തിൽ നിയോഗിക്കുക അഥവാ കൃഷ്ണാവബോധത്തിൽ മുഴുകുക വഴി മാത്രമേ ഒരാൾക്ക് ഇന്ദ്രിയ സുഖാവേശം നിയന്ത്രിക്കാൻ കഴിയൂ. ശത്രുക്കളെ ഒതുക്കുന്നത് കൂടുതൽ ശക്തി കൊണ്ടാണല്ലോ. ഇന്ദ്രിയങ്ങളെ മനുഷ്യപ്രയത്നം കൊണ്ട് ഒതുക്കാനാവില്ല. അതിന് അവയെ ഭഗവത് സേവനത്തിൽ എപ്പോഴും ഏർപ്പെടുത്തുക മാത്രമാണ് ഉപായം. കൃഷ്ണാവബോധം കൊണ്ട് വേണം സ്ഥിതപ്രജ്ഞനാകാനെന്നും വിശ്വാസ്യനായ ഒരു ആധ്യാത്മിക ഗുരുവിന്റെ മേൽനോട്ടത്തിൽ പരിശീലിക്കേണ്ടതാണ് ഈ കലയെന്നും അറിയുന്ന ഒരാൾ സാധകൻ അല്ലെങ്കിൽ മുക്തിക്ക് യോഗ്യനായവൻ എന്ന് വിളിക്കപ്പെടുന്നു. ശ്ലോകം 69. യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമേ യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശാ പശ്യതു മുനേഃ. വിവർത്തനം. സർവജീവജാലങ്ങൾക്കും രാത്രിയായിരിക്കുമ്പോൾ ആത്മസംയമനം കൈവരിച്ചവൻ ഉണർന്നിരിക്കുന്നു. ഏവരും ഉണർന്നിരിക്കുമ്പോൾ അന്തർമുഖനായ മുനിക്ക് നിശാകാലമാണ്. ഭാവാർത്ഥം: ബുദ്ധിമാന്മാർ 2 വിധമുണ്ട്. വിഷയസുഖപൂർത്തിക്കു വേണ്ടുന്ന ഭൗതിക പ്രവർത്തനങ്ങളിൽ ബുദ്ധിശക്തി ഉപയോഗിക്കുന്നവരും അന്തർമുഖരായി ആത്മസാക്ഷാത്കാരത്തിന് പരിശീലിക്കുന്നവരും. അന്തർമുഖനായ ഋഷിയുടെ ചിന്താശീലനായ മനുഷ്യന്റെ പ്രവർത്തനരംഗം ഭൗതിക കൃത്യങ്ങളിൽ വ്യാപൃതരായവർക്ക് രാത്രിയാണ്. എന്നാൽ ഭൗതികവാദികൾക്ക് ആത്മസാക്ഷാത്കാരത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അങ്ങനെയുള്ള രാത്രിയിൽ നിദ്രയിലാണ്ടുപോകുന്നു. അന്തർദൃഷ്ടിയായ ഋഷിയാകട്ടെ ഭൗതിക കർമ്മങ്ങളുടെ ഈ രാവിൽ ഉണർന്നു തന്നെയിരിക്കുന്നു. ആത്മീയ സംസ്കാരത്തിന്റെ ക്രമികമായ മുന്നേറ്റത്തിൽ അദ്ദേഹം അതീന്ദ്രിയ ആനന്ദം അനുഭവിക്കുന്നു. ഭൗതിക പ്രവർത്തനത്തിൽ ഏർപ്പെട്ടവനോ ആത്മസാക്ഷാത്കാരത്തെ സംബന്ധിച്ചിടത്തോളം നിദ്രാണനാകയാൽ വിവിധങ്ങളായ ഇന്ദ്രിയ സുഖങ്ങളെപ്പറ്റി കിനാവ് കാണുകയും അങ്ങനെ നിദ്രാവസ്ഥയിൽ സുഖദുഃഖങ്ങളെ മാറി മാറി അനുഭവിക്കുകയുമാണ്. അന്തശ്ചക്ഷുസായ മനുഷ്യൻ പ്രാപഞ്ചിക സുഖാസുഖങ്ങളെപ്പറ്റി എപ്പോഴും ഉദാസീനനാണ്. പ്രത്യാഘാതങ്ങളിൽ അസ്വാസ്ഥ്യം കൊള്ളാതെ അയാൾ ആത്മസാക്ഷാത്കാരത്തിനായുള്ള പ്രവർത്തനം തുടരുന്നു. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.